പ്രവർത്തിച്ചു പോകുന്ന നക്ഷത്രങ്ങളും ആരാധ്യനായി കാണാൻ ഒരിക്കലും യോജിച്ചതല്ലെന്ന് മനുഷ്യബുദ്ധിയെ ബോധ്യപ്പെടുത്തിയവൻ ആ പ്രവാചകന്റെ മാർഗം, ആ പ്രവാചകൻ യുടെ കാര്യത്തിലാണ് ഏറ്റവും ഒന്നാമതായി ലോകത്തിന് മാതൃകയായത്. അധികാരത്തിലൊന്നും അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം പ്രവാചകനെ പറഞ്ഞപ്പോൾ ആ പ്രവാചകനെയാണ് നിങ്ങൾക്ക് മാതൃകയുള്ളത്. ആ പ്രവാചകന്റെ അനുചരന്മാർ, അവരുടെ അപ്പോസ്തലന്മാർ, ആ പ്രവാചകനോടൊപ്പം ഉണ്ടായിരുന്നവർ, അവരിൽ നിങ്ങൾക്ക് മാതൃകയുണ്ടെന്ന് ലോകത്തിന് അവതരിക്കപ്പെട്ട ഖുർആൻ മനുഷ്യരോട് സംസാരിക്കുന്നു. നിങ്ങൾ നോക്കണം, ക്രിസ്ത്യാനികൾ ബഹുമാനിക്കുന്ന അബ്രഹാം പ്രവാചകൻ, ജൂതന്മാർ ബഹുമാനിക്കുന്ന ആ പ്രവാചകനെ ചൂണ്ടി എന്തിനാണ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മറേപ്പിയിലെ വാദിക്കുന്ന മുഹമ്മദ് പ്രവാചകൻ ആ പ്രവാചകന്റെ മാർഗത്തിലേക്ക് വരണമെന്ന് പറയുന്നത്? എന്തിനാണ് ആ പ്രവാചകൻ നിങ്ങൾക്ക് മാതൃകയുണ്ടെന്ന് പറയുന്നത്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതാണെന്ന് കാണിക്കാനാണ്. ഏകനായ സൃഷ്ടാവിൽ നിന്ന് ഒന്നാമത്തെ മനുഷ്യനായ ആദം മുതൽ അന്ത്യപ്രവാചകനായ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി വരെ പഠിപ്പിച്ചിട്ടുള്ള മനുഷ്യരുടെ മാർഗദർശനം, നിലനിൽക്കുന്ന മാർഗദർശനം, പ്രായോഗികമായ മാർഗദർശനം, ദൈവികമായ മാർഗദർശനം അവരുടെ സ്രോതസ്സിൽ നിന്നാണ്. ഒരു സൃഷ്ടാവിന്റെ മനുഷ്യന്റെ സൃഷ്ടാവമാണെങ്കിൽ ആ സൃഷ്ടാവിന്റെ സൃഷ്ടികളായ മനുഷ്യർക്ക് ഒരൊറ്റ മാർഗദർശനമേ പ്രാക്ടിക്കലാവുകയുള്ളൂ. അവിടെ രാജ്യങ്ങളുടെ വൈവിധ്യം, ഭാഷകളുടെ വൈവിധ്യം, രാജ്യത്തിന്റെ വൈവിധ്യം, നിറങ്ങളുടെ വൈവിധ്യം, കാലങ്ങളുടെ വൈവിധ്യം, ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ പിൻപറ്റുകയും ഒരുപോലെ പ്രായോഗികമാവുകയും ചെയ്യുന്ന ഒരു ജീവിത ദർശനം മനുഷ്യപുത്രന് ആവശ്യമുണ്ട്. അപ്പോൾ മാത്രമേ ഒരു മനുഷ്യന്റെ കുടുംബത്തിൽ എല്ലാവരും ഒരുപോലെ നയിക്കപ്പെടുകയുള്ളൂ, എല്ലാവരും ഒരുപോലെ നീതിപൂർവ്വം അനുഭവിക്കപ്പെടുകയുള്ളൂ. ആ മാർഗദർശനത്തിന്റെ പേരാണ് ഇസ്ലാം. ആ ഇസ്ലാമിന്റെ പദത്തിന്റെ അർത്ഥം ഒരു അറബി ഭാഷയിലെ പദം മാത്രമാണ്. മറ്റെന്നാൽ മനുഷ്യർക്ക് പരിചയമുള്ള ഒരു മതത്തിന്റെയും പേരുള്ള പോലെയല്ല ഇസ്ലാം എന്ന പദം ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതിന്റെ അർത്ഥം പോലും സമർപ്പണമാണ്. ഒരു രാജ്യത്തിലേക്കോ ഒരു വ്യക്തിയിലേക്കോ ഒരു ഗോത്രത്തിലേക്കോ ഒന്നും ചേർത്തു വെക്കാൻ പറ്റാത്ത പേരാണ് ഇസ്ലാം എന്ന മതത്തിന്റെ പേര്. ആരാണോ അവന്റെ സ്വയം സൃഷ്ടാവിന്റെ മാർഗദർശനത്തെ കണ്ടവന് തെറ്റുപറ്റാത്ത ആ മാർഗത്തെ സ്വീകരിച്ചവൻ, ആ സ്വീകരിച്ചുകൊണ്ട് ആരാണോ അവനവന്റെ സൃഷ്ടാവിന്റെ സ്വന്തത്തെ സമർപ്പിച്ചവൻ, ആ സമർപ്പിച്ചവന്റെ അറബിയിലുള്ള പേര് മാത്രമാണ് മുസ്ലിം എന്ന് പറയുന്നത്. അവനാണ് സമർപ്പിതൻ, അതാണ് മുസ്ലിം. അല്ലാതെ ഈ പ്രവാദത്തിന്റെ അടയാളമല്ല മുസ്ലിം. അതേപോലെ തന്നെ വിവേകത്തിന്റെ അടയാളമല്ല മുസ്ലിം. അയൽവാസിയുടെ താലികെട്ട് കെട്ടിയ താലി പിടിച്ചു പറിച്ച് തന്റെ പത്തായത്തിൽ കൊണ്ടുപോയി ഒളിപ്പിക്കുന്നതിന്റെ പേരല്ല മുസ്ലിം. ഇതാണ് ലോകം തിരിച്ചറിയേണ്ടത്. ഇത് തിരിച്ചറിയാൻ നമ്മളാണ് അതിനേറ്റവും കൂടുതൽ പണിയെടുക്കേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹു നമ്മളോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ മാതൃക അബ്രഹാം പ്രവാചകനുണ്ട്. ആ പ്രവാചകന്റെ രണ്ടാമത്തെ പ്രത്യേകത ഇസ്ലാമാണ്, അഥവാ സമർപ്പണമാണ്. ആ റബ്ബ് എന്തു പറഞ്ഞുവോ ആ പറഞ്ഞതിന് സമർപ്പിക്കുന്ന ഒരു ജീവിതം, അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. അബ്രഹാം പ്രവാചകനോട് പറഞ്ഞു, നീ വിയോജിക്കണം, സമർപ്പിക്കണം. അദ്ദേഹം മറുപടി പറഞ്ഞതായി ഖുർആൻ പറയുന്നുണ്ട്, അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ രക്ഷിതാവിന്, എന്റെ ദൈവത്തിന്, ഞങ്ങളുടെ മതത്തിന്റെ ദൈവത്തിന് ഞാൻ സമർപ്പിച്ചിരിക്കുന്നു എന്നല്ല, ലോകങ്ങളുടെ രക്ഷിതാവിന് ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. ഇത് പറയാനാണ്, ഇത് പഠിപ്പിക്കാനാണ്, ഇത് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബലിപെരുന്നാൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നത്. സഹോദരിമാരെ, സഹോദരന്മാരെ, എത്ര വട്ടമാണ് നമ്മൾ ഇത് തക്ബീർ ചെയ്യുന്നത്? അമുസ്ലിമീങ്ങളായ അറിയാത്ത പല ആളുകളും അതൊരു സേവന മന്ത്രോച്ചാരണമായി അവർ മനസ്സിലാക്കുന്നു. നിങ്ങൾ ഓർമ്മയുണ്ടാകും, പണ്ട് കോഴിക്കോട് നഗരത്തിൽ നടന്ന മഹാസമ്മേളനത്തിൽ ഒരു കളക്ടർ അദ്ദേഹത്തിന്റെ ആശംസ പ്രസംഗത്തിൽ പറയുകയാണ്, എനിക്ക് നിങ്ങളോട് വളരെ ആദരവാണ്. ഇതാണ് നിങ്ങൾ മഹാനായ അക്ബർ ചക്രവർത്തിയെ സ്ഥിരമായി ഒരു ദിവസം 5 നേരം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും അദ്ദേഹത്തിന്റെ പേര്. കാരണം നിങ്ങൾക്ക് അദ്ദേഹത്തോട് അത്രയും ബഹുമാനമാണല്ലോ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് വാഗ്ദാനം കേട്ടുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് പെരുന്നാളിന് ആളുകൾ ആവർത്തിച്ചു പറയുന്നു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ എന്താ സഹോദരന്മാരെ എന്റെ മുമ്പിൽ ഒരുപാട് ബഹുമാനക്കാരെ ഇരിക്കുന്നുണ്ട്. പറഞ്ഞാൽ മനസ്സിലാക്കുന്ന പ്രായത്തിലുള്ളവർ, യുവത്വത്തിന്റെ തിളച്ചു മറിയുന്ന രക്തധമനികളിൽ തിളച്ചു മറിയുന്ന പ്രായത്തിൽ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇന്നത്തെ പെരുന്നാളെന്ന ആചാരത്തിന്റെ ഭാഗമായി പുതിയ വസ്ത്രങ്ങളെടുത്ത് പ്രഭാതത്തിൽ കുടുംബത്തോടൊപ്പം മുസല്ലയിലേക്ക് പുറപ്പെട്ടവരുണ്ട്. വഴിയെവിടെയെങ്കിലും ചോദിക്കപ്പെടുമ്പോൾ ഒരു തക്ബീർ ചൊല്ലുന്നുണ്ട്. പക്ഷേ ജീവിതം കൊണ്ട്, നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന തക്ബീർ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾ വിളിച്ചു പറയുകയാണ് ഉപ്പയോടല്ല, ഉമ്മയോടല്ല, അയൽവാസിയായ തന്റെ സഹോദരനോടോ സഹോദരനോടോ അല്ല, നിങ്ങൾ മുകളിലോട്ട് നോക്കി നിങ്ങൾ ഏതൊരു വായു ശ്വസിക്കുന്നുവോ, ആരുടെ വെള്ളം കുടിച്ച് ജീവിക്കുന്നുവോ അവരോട് നിങ്ങൾ ഏറ്റു പറയുന്നു അല്ലാഹു അക്ബർ. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലുത് അല്ലാഹുവിനെയാണ്. എന്റെ വസ്ത്രത്തെക്കാൾ, എന്റെ നാടിനേക്കാൾ, എന്റെ വീടിനേക്കാൾ, എന്റെ ജോലിയേക്കാൾ, എന്റെ ഐച്ഛികമായ ശാരീരികമായ താല്പര്യങ്ങളെക്കാൾ, എന്റെ ആരോഗ്യത്തെക്കാൾ, എന്റെ മരണത്തെക്കാൾ എനിക്ക് ലോകത്തെ ഏറ്റവും വലിയ രാജാ നീയാണ്. അതിന്റെ ആവർത്തനമാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്റെ ജീവിതം കൊണ്ട് ഞാൻ അല്ലാഹുവിനെ കാണിച്ചു കൊടുക്കുന്നുണ്ടോ? വാക്കുപടിയാളം ഉണ്ടാകുമ്പോ അല്ലാഹുവിനെ സുജൂദ് ചെയ്യേണ്ടവനാണ് മുസ്ലിം. ഇന്ന് പെരുന്നാളാണ്. ഈ പെരുന്നാളിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഈ ദിവസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ, ഏറ്റവും ആദ്യമായി ആരംഭിക്കുന്നത് നമസ്കാരമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നാം ബലിയറുക്കുന്നു. നമ്മൾ എത്ര ആളുകളോ ഇപ്പോ ബലിയറുക്കാൻ പോകാൻ എന്താണ് ബലി? ഏറ്റവും വിലപ്പെട്ടത്, വിലയുള്ള നല്ല വില കൊടുത്ത് ഗുരുവിനെ വാങ്ങി കാലി സമ്പത്തെന്ന മഹാ അനുഗ്രഹം നൽകിയ പടച്ചറപ്പിന് നന്ദി അർപ്പിക്കുകയാണ്. അത് മൃഗങ്ങളെ പിടിച്ചു കൊണ്ടുവന്ന് കഴുത്തുവെട്ടി രക്തം ചിന്തി ദൈവത്തെ സന്തോഷിപ്പിക്കുന്നത് ഏർപ്പാടിന്റെ പേരല്ല ഇസ്ലാമിക വിധി. മറിച്ച് നൽകാലികൾ മനുഷ്യന് ഭക്ഷണമായി ഉപയോഗിക്കുന്നു, പാനീയമായി ഉപയോഗിക്കുന്നു, വളമായി ഉപയോഗിക്കുന്നു. നാൽക്കാലി സമ്പത്തിനെ ഒരു സാധനം പോലും മനുഷ്യോപയോഗപ്രദമല്ലാത്തതായിട്ടില്ല. ആ അനുഗ്രഹത്തിന് നന്ദി അർപ്പിക്കുകയാണ്. ബലി പെരുന്നാളിൽ ആ മാംസം വളരെ പാവപ്പെട്ടവനും ഗതികെട്ടവനും വിതരണം ചെയ്യുകയാണ്. കുടുംബങ്ങളും സ്വയവും തിന്നുകയാണ്. ഒന്നും അതിൽ നശിപ്പിക്കപ്പെടുന്നില്ല. ആ ബലികർമ്മം അല്ലാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം പ്രവാചകൻ സ്വന്തം മകനെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ അല്ലാഹു പരീക്ഷിക്കുകയാണ്. വൈകി ലഭിച്ച കുഞ്ഞ് എന്റെ മുന്നിലിരിക്കുന്നതിലെ 12 വയസ്സായ കുട്ടികൾ, ആ കുട്ടി ആ ഒരു പ്രായത്തിലെത്തിയപ്പോൾ പിതാവിനോടുള്ള അല്ലാഹുവിന്റെ കൽപ്പന നിന്റെ മകനെ അറുക്കണം എന്നതാണ്. ആ അറുക്കുന്ന കാര്യത്തിൽ മകന്റെ ആവശ്യം, താല്പര്യം ചോദിച്ചപ്പോ എന്താ വാപ്പനോട് മകൻ പറഞ്ഞത്? വിവേകശാലിയായ മകനായിരുന്നു അദ്ദേഹം. ആ മകനെപ്പോലും അല്ലാഹു വിശേഷിപ്പിച്ചത് എബ്രഹാം പ്രവാചകന് വിവേകശാലിയായ ഒരു കുട്ടിയെ കൊടുത്തു. ആ കുട്ടി പറഞ്ഞത് അല്ലേ? നമ്മുടെ മക്കൾക്ക്, പിതാക്കന്മാരുടെ മക്കളെ, 12, 13, 15 വയസ്സായ ആൺകുട്ടികളെ, പെൺകുട്ടികളെ നിങ്ങളെ കുറിച്ച് എത്രയെത്ര വലിയ ആശങ്കയാണ് നിങ്ങളുടെ പിതാക്കൾക്ക്. നിങ്ങളുടെ തല എങ്ങനെയായിരിക്കും? നിങ്ങൾ എടുക്കുന്ന ഡ്രസ് എങ്ങനെയായിരിക്കും? നിങ്ങൾ ആരുടെ കൂടെയായിരിക്കും പോവുക? നിങ്ങളെ എന്തൊക്കെയാണുള്ളത്? നിങ്ങൾ ആരുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? നിങ്ങൾ കലാലയങ്ങളിലേക്ക് പറഞ്ഞ് വിട്ടു നിന്ന് പോന്നാൽ നിങ്ങൾ എവിടെയാണ് ഉണ്ടാവുക? പാനിക്കാണ്. നിങ്ങൾക്ക് കഴിയുമോ? എന്നെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും പാനിക്കാവേണ്ടതില്ല. എന്താ കാരണം? ഏത് പ്രലോഭനത്തിന്റെ മുമ്പിലും അല്ലാഹുവിന്റെ മൂല്യങ്ങൾ കൈവിടാതെ ഞാൻ ക്ഷമയോടുകൂടി നിൽക്കും എന്ന് പറയാൻ എത്ര മക്കൾ നമ്മുടെ മുമ്പിലുണ്ട്. അവിടെയാണ്